നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിക്ക് സമയം അനുവദിച്ച് സുപ്രീം കോടതി. 7 ദിവസത്തിനകം മറുപടി നൽകാൻ നിർദ്ദേശം. നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്നും കോടതി. മുർഷിദാബാദ് കലാപത്തിൽ മമതാ സർക്കാർ പ്രതിരോധത്തിൽ. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP ജഗ്ദാംബിക പാൽ. ഇരകളെ നേരിൽ കണ്ട് CV ആനന്ദബോസ്. ഗവർണർ നാളെ മുർഷിദാബാദ് സന്ദർശിക്കും. സ്ഥലത്ത് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ തീരുമാനം. പ്രകോപനവുമായി പാക് സൈനിക മേധാവി. കാശ്മീർ വിഷയം വീണ്ടും ഉന്നയിച്ച് ജനറൽ അസിം മുനീർ. പാകിസ്ഥാനെയും കാശ്മീരിനെയും വേർപെടുത്താനാവില്ല. തങ്ങൾ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തർ. പ്രകോപനം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഭാരതം നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഹർജി തള്ളി സുപ്രീം കോടതി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി. ADMൻ്റെ മരണത്തിൽ CPM ഉന്നത കേന്ദ്രങ്ങളിൽ ഗൂഢാലോചന നടന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. മുസ്ലിങ്ങൾ വിജയിക്കൊപ്പം നിൽക്കരുതെന്ന് ഫത്വ പുറപ്പെടുവിച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമായത്ത്. സിനിമകളിൽ മുസ്ലിമുകളെ മോശമായി ചിത്രീകരിച്ചു. ഇഫ്താർ പാർട്ടിയിൽ മദ്യം വിളമ്പിയെന്നും ഓൾ ഇന്ത്യ മുസ്ലിം ജമായത്ത്. വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല. വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 1 ആഴ്ചത്തെ സമയം നൽകി സുപ്രീം കോടതി. ഉത്തരവുണ്ടാകുന്നവരെ രേഖാമൂലം വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി. കേസ് മെയ് 5-ന് വീണ്ടും പരിഗണിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ? ഇത് സ്റ്റേ അനുവദിക്കേണ്ടതില്ല, മുഴുവനായും സ്റ്റേ ചെയ്യേണ്ടതില്ല, പക്ഷേ ചില നിർദ്ദേശങ്ങളെല്ലാം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഐസൺ, വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതിക്ക് സ്റ്റേ നൽകാത്തത് കൊണ്ട് നിലവിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമ ഭേദഗതിയിന്മേൽ ചട്ടങ്ങൾ രൂപീകരിക്കുകയും വിജ്ഞാപനം പുറത്തിറക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ ഉപയോഗത്തിലൂടെയോ കോടതി ഉത്തരവിലൂടെയോ വഖഫായി പ്രഖ്യാപിച്ചിട്ടുള്ള, അതായത് രേഖാമൂലം വഖഫായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുക്കളിൽ ഇനി ഉത്തരവുണ്ടാകുന്നതുവരെ മാറ്റങ്ങൾ വരുത്തത് അത് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്നലെ ഏകദേശം 2.5 മണിക്കൂറിലധികം നീണ്ടുവന്ന വാദം ഈ കേസിന്മേൽ കോടതിയിൽ നടന്നിരുന്നു. ആ സമയത്ത് 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന സൂചന കോടതി നൽകിയിരുന്നുവെങ്കിൽ പോലും ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഇത്തരത്തിൽ തൽസ്ഥിതി തുടരണം എന്ന് മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് ഈ വിഷയം ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും വിശദമായ പഠനം നടത്തിയതിനും ശേഷമാണ് വഖഫ് നിയമത്തിൽ ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ബോധിപ്പിക്കാനുണ്ട്. അത് കേട്ട ശേഷമേ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വിശദമായ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാതിരുന്നത്. ഒപ്പം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വഖഫായി രേഖാമൂലം പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുത് എന്ന് കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ദേശീയ വഖഫ് കൗൺസിലിലും കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും നിയമനം നടത്തില്ല എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ നിയമ ഭേദഗതി സ്റ്റേ ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലെ ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും വിശദീകരണം വരുത്താനുമാണ് സുപ്രീം കോടതി ശ്രമിച്ചിട്ടുള്ളത്. അതിനുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പക്ഷേ
ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി ആർട്ടിക്കിൾ 26ന്റെയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, 26, 32 എന്നിവയുടെ ലംഘനമാണെന്നും അത് മുസ്ലിം മത ആചാരത്തിനെ എതിർക്കുന്നതാണ് എന്നുമായിരുന്നു ഹർജിക്കാർ. കോൺഗ്രസും CPM-ഉം RJD-യും തൃണമൂൽ കോൺഗ്രസും മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഉൾപ്പെടെ 70-ലധികം ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത്. അത്തരം വാദങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം ഇന്നലത്തെയും ഇന്നത്തെയും വാദം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം ഹർജികൾ ഉള്ളതിനാൽ ഹർജിക്കാർക്ക് ഒരു പൊതു അഭിഭാഷകനെ നിയമിക്കാം എന്നുള്ള കാര്യവും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഇനി അടുത്ത മാസം 5-ന് മെയ് 5-നാണ് പരിഗണിക്കുന്നത്. ഐസൻ. ശരി ജിഷ്ണു. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP-യും JPC ചെയർമാനുമായിരുന്ന ജഗ്ദാംബിക പാൽ വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ അരങ്ങേറിയ ആക്രമണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്നും പോലീസും നിശബ്ദത പാലിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഹിന്ദുക്കൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നുവെന്നും ജഗ്ദാംബിക പാൽ പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധമാണ് പശ്ചിമ ബംഗാളിൽ കലാപമായി മാറിയത്. മുർഷിദാബാദിൽ കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാരുടെ പങ്ക് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. കൂടാതെ SDPI പോലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ കലാപത്തെ ആളിക്കത്തിച്ചതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയങ്ങളെപ്പറ്റി അന്വേഷിക്കാനാണ് 9-അംഗ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. അതേസമയം ബംഗാൾ കലാപത്തിൽ മമതാ സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് BJP രംഗത്തെത്തി. ഹിന്ദുക്കൾക്ക് പശ്ചിമ ബംഗാളിൽ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയാണെന്ന് ജഗദംബിക പാൽ MP പ്രതികരിച്ചു. देश में ऐसी परिस्थितियां होगी, ये 1947 में था कि पाकिस्तान से हिंदू पलायन कर रहा था. आज अपने ही देश में बंगाल में पलायन कर रहा है और तो ये तो सरकार अटर्ड फेल्योर हो चुकी है. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ആവശ്യപ്പെട്ടു. മുർഷിദാബാദിൽ കലാപബാധിത മേഖലകളിൽ നിന്ന് 500 ഹിന്ദു കുടുംബങ്ങളാണ് പലായനം ചെയ്തത്. ജനം, ഡൽഹി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലും മാൾഡയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിന് ഇരയായ ഹിന്ദു കുടുംബങ്ങളെ ദുഃഖവെള്ളി ദിനത്തിൽ സന്ദർശിക്കാനൊരുങ്ങി ഗവർണർ CV ആനന്ദബോസ്. ഡൽഹിയിലെത്തി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഗവർണറുടെ സന്ദർശനം. അതിനിടെ മുർഷിദാബാദിൽ ആക്രമണത്തിനിരയായവരുടെ പ്രതിനിധികൾ രാജ്ഭവനിൽ ഗവർണർ CV ആനന്ദബോസിനെ സന്ദർശിച്ചിരുന്നു. 3 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാകുകയും നിരവധി വീടുകളും കടകളും വാഹനങ്ങളും അഗ്നിക്കിരയാകുകയും ചെയ്ത മുർഷിദാബാദ് കലാപത്തിന് ഇരകളായവരുടെ പ്രതിനിധികൾ രാജ്ഭവനിലെത്തി ഗവർണർ CV ആനന്ദബോസിനെ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഡൽഹിയിലെത്തിയ ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസുമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ചർച്ച നടത്തി. മുർഷിദാബാദ് മേഖലയിൽ സ്ഥിരമായി BSF-ന്റെ ക്യാമ്പ് വേണമെന്നുള്ള ഇരകളുടെ ആവശ്യവും കേന്ദ്ര സർക്കാരിനെ ഗവർണർ ധരിപ്പിച്ചു. നാളെ ദുഃഖവെള്ളി ദിനത്തിൽ ഇരകളുടെ കുടുംബങ്ങളെ നേരിട്ട് കാണാനാണ് ഗവർണറുടെ തീരുമാനം. മുർഷിദാബാദും മാൾഡയും സന്ദർശിക്കുന്ന ഗവർണർ CV ആനന്ദബോസ് ജില്ലാ ഭരണകൂടവുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും. I had been to Delhi. What transpired in Delhi, I do not want to convey it now. I'm going to the field. Let me also have a personal account of what really happened in the field. That's a reality check which I'm doing today. I'm also meeting some of the victims who have come to meet me here. After taking the views of all sections of society who are affected. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നത് സമാനതകളില്ലാത്ത അക്രമമായിരുന്നു. പള്ളി പിരിഞ്ഞെത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളുടെ വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും തിരഞ്ഞുപിടിച്ചാക്രമിച്ചു. തൃണമൂൽ കോൺഗ്രസ് MP ബാപ്പി ഹൽദീറിന്റെ പ്രകോപനമാണ് വഖഫ് ഭേദഗതിക്കെതിരെ നടത്തിയ പ്രതിഷേധം അക്രമത്തിൽ കലാശിച്ചതെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുർഷിദാബാദ് സന്ദർശിക്കാൻ തീരുമാനിച്ചു. ജനം, ഡൽഹി. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് നന്ദി അറിയിച്ച് മുസ്ലിം വിഭാഗമായ ദാവൂദി ബോറ പ്രതിനിധി സംഘം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തങ്ങളുടെ സമുദായത്തിൻ്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് നടപ്പായതെന്ന് അവർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് വീക്ഷണത്തിൽ വിശ്വാസമുണ്ടെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിനിധികൾ പ്രതികരിച്ചു. വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി വിശ്വഹിന്ദു പരിഷത്ത്. ഹിന്ദു രക്ഷാദീപം എന്ന പേരിൽ ഏപ്രിൽ 20-ാം തീയതി വീടുകളിലും സ്ഥാപനങ്ങളിലും വിളക്ക് കൊളുത്തി പ്രതിഷേധിക്കും. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കുവാനുള്ള തീവ്രവാദ വിധ്വംസക ശക്തികളുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിഷേധമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ VG തമ്പി വ്യക്തമാക്കി.
പാർലമെന്റിൽ വഖഫ് ബിൽ പാസ്സായതിന് പിന്നാലെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമ സംഭവങ്ങളായി മാറുകയും രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 20 വൈകിട്ട് 7 മണിക്ക് ദീപം തെളിയിച്ച് പ്രതിഷേധിക്കും. ഹൈന്ദവ രക്ഷാദീപം എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ എല്ലാ വിശ്വാസികളും സ്വഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും നിലവിളക്കോ ചിരാതോ തെളിയിച്ച് പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമാകണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. ഈ വരുന്ന ഏപ്രിൽ 20 ഞായറാഴ്ച 7 മണിക്ക് വൈകിട്ട് 7 മണിക്ക് എല്ലാ ഭവനങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ദീപം തെളിയിച്ച് അല്ലെങ്കിൽ ചിരാത് തെളിയിച്ച് ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടി, ആ സ്വാഭിമാന ഹിന്ദുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആ ഹിന്ദു ഐക്യദാർഢ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളും നമ്മൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഭാരതീയരായ ദേശീയതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ഇതിലങ്ങനെ പ്രത്യേക വിഭാഗമല്ല, എല്ലാവർക്കും ഇതിൽ പങ്കാളികളാവാം. ഇത് കൃത്യമായി എല്ലാവരും പങ്കെടുത്ത് ഇതിന് വലിയ വിജയമാക്കി തീർക്കണം. ഹൈന്ദവ സംഘടനകൾക്ക് പുറമെ വിവിധ സാമുദായിക സംഘടനകളും രാജ്യസ്നേഹികളായ വ്യക്തികളും ഹിന്ദു രക്ഷാദീപത്തിൽ അണിനിരക്കണമെന്നും വിജി തമ്പി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ വഖഫ് ബോർഡ് വഴി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയ വ്യക്തിക്കെതിരെ കേസെടുത്ത് പോലീസ്. റവന്യൂ രേഖകളിൽ സർക്കാർ ഭൂമിയായി രേഖപ്പെടുത്തിയ സ്ഥലമാണ് സബ്ജെ മുഹമ്മദ് അലി വ്യാജരേഖകളുണ്ടാക്കി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത്. സബ്ജെ മഹ്മൂദ് അലി ഉൾപ്പെടെ 10 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ബറേലി SSP അനുരാഗ് ആര്യ അറിയിച്ചു. കരുണാനിധിയുടെ സ്മാരകത്തിന് മുകളിൽ പൂക്കൾ കൊണ്ട് ക്ഷേത്ര മാതൃക നിർമ്മിച്ചതിൽ വിമർശനവുമായി BJP. ഹിന്ദുവിൻ്റെ വികാരങ്ങളെ തമിഴ്നാട്ടിലെ DMK സർക്കാർ അപമാനിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ BJP സംസ്ഥാന നേതൃത്വം DMK സർക്കാർ വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. ചെന്നൈ മറീന ബീച്ചിലുള്ള കരുണാനിധിയുടെ സ്മാരകത്തിന് മുകളിൽ പൂക്കൾ കൊണ്ട് ക്ഷേത്രമാതൃക നിർമ്മിച്ചതാണ് വിമർശനങ്ങൾക്കിടയാക്കിയത്. ഒരാളുടെ മൃതശരീരം ദഹിപ്പിച്ചെടുത്ത് എങ്ങനെ ക്ഷേത്രമാതൃക നിർമ്മിക്കുവാൻ സാധിക്കുന്നുവെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാരായണൻ തിരുപ്പതി ചോദിച്ചു. ഹിന്ദുവിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ധ്വംസിച്ച DMK സർക്കാർ മാപ്പ് പറയണമെന്നും ക്ഷേത്രമാതൃക മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. It is a place where a body is buried. On top of that, you place a temple gopuram. Are you not ashamed? Is it not shameful? I think the Chief Minister has to, apologize for this, for hurting the sentiments of Hindus, and immediately order the removal of the same. Otherwise, once again it will be proved, exposed that DMK is an anti-Hindu party. This is wrong. ഇതാദ്യമായുള്ള DMK നേതാക്കൾ ഹിന്ദു വിശ്വാസങ്ങൾക്ക് മേൽ കടന്നു കയറുന്നത് എന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. സനാതനധർമ്മത്തെ തന്നെ ഇകഴ്ത്താൻ ശ്രമിച്ചത് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിനാണ്. DMK സർക്കാരും പാർട്ടിയും ഇടതടവില്ലാതെ നടത്തുന്ന ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടി പ്രതിഷേധം ശക്തമാക്കാനാണ് BJP സംസ്ഥാന ഘടകത്തിന്റെ നീക്കം. ജനം, ഡൽഹി. രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.